പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ ഉച്ചക്കത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ചു ചേർന്ന് ഉച്ച സമയത്ത് കഴിക്കുന്നു, അതുപോലെ രാത്രി വൈകി ഭക്ഷണം കഴിക്കുക. രാത്രിയിലെ ഭക്ഷണത്തിൻ്റെ സമയം ഒരു 12 മണി കഴിഞ്ഞാവുകയാണെങ്കിൽ നമ്മൾക്ക് ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവൊക്കെ കൂടുകയും അബ്ഡോമിനൽ ഫാറ്റ് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന ബ്ലഡ് പ്രഷർ കൂടുന്നത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിലുള്ള വ്യത്യാസങ്ങൾ വരികയും ഒരു സഡൻ കാർഡിയാക് അറസ്റ്റിനുള്ള ചാൻസസ് ഉണ്ടാവുകയും ചെയ്യും. ചെറുപ്പക്കാർക്കിടയിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു. എന്തായിരിക്കും കാരണം? ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പട്ടം SUT ഹോസ്പിറ്റൽ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ നമ്മളോടൊപ്പം ഉണ്ട്. മാം, വെൽക്കം ടു ദ ഷോ. മാം, എന്തുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പക്കാർക്കിടയിൽ ഈ ഒരു ഹൃദയാഘാതം ഉണ്ടാവുന്നു, അതുമാത്രമല്ല അവർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണങ്ങളിലേക്ക് പോകുന്നു? എന്തായിരിക്കും കാരണം? ഇപ്പോൾ പൊതുവിലുള്ള ചെറുപ്പക്കാരുടെ ഒരു ശീലം കാണുന്നത് സമയത്തല്ലാത്ത ഭക്ഷണ രീതി, അതുപോലെ എക്സസൈസ് ഇല്ല, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ഇതെല്ലാം ഇവരിൽ കണ്ടുവരുന്ന ഒരു ശീലങ്ങളാണ്. ഇത് തന്നെയായിരിക്കും ഒരു പ്രധാന കാരണമായിട്ട് എടുത്തു പറയേണ്ടത്. അതുമാത്രമല്ല, ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നോക്കുന്നില്ല, അതിനകത്ത് ഫൈബർ കണ്ടൻറ് ഉണ്ടോ എന്നുള്ളതും, കൊഴുപ്പുകളുടെ അളവ് കൂടുതലുള്ളത്, അതുപോലെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ, പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ ഉച്ചക്കത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ചു ചേർന്ന് ഉച്ച സമയത്ത് കഴിക്കുന്നു, അതുപോലെ രാത്രി വൈകി ഭക്ഷണം കഴിക്കുക. രാത്രിയിലെ ഭക്ഷണത്തിൻ്റെ സമയം ഒരു 12 മണി കഴിഞ്ഞാവുകയാണെങ്കിൽ നമ്മൾക്ക് ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവൊക്കെ കൂടുകയും അബ്ഡോമിനൽ ഫാറ്റ് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളൊരു ചിട്ടയില്ലാത്ത ജീവിതശൈലിയും ആഹാര രീതിയും ഒക്കെ തന്നെയാണ് ഒരു പ്രധാന കാരണമായിട്ട് തന്നെ ഇതിനെ എടുത്തു പറയേണ്ടത്. ഇത് കാരണം ഹൃദയാഘാതം ഉണ്ടാവുമെന്നാണോ ഡോക്ടർ പറയുന്നത്? ഇത് കാരണം കാർഡിയാക് സംബന്ധമായ രോഗങ്ങൾ, ഉയർന്ന ബ്ലഡ് പ്രഷർ, അതുപോലെ ശരീരഭാരം കൂടുന്നത്, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത്, ബ്ലഡ് ഷുഗർ എലിവേഷൻ, ഇതെല്ലാം ഒരു റീസണായിട്ട് തന്നെ വരാം. ഒരു ഉയർന്ന ബ്ലഡ് പ്രഷർ കൂടുന്നത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിലുള്ള വ്യത്യാസങ്ങൾ വരികയും ഒരു സഡൻ കാർഡിയാക് അറസ്റ്റിനുള്ള ചാൻസസ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഹൃദയാഘാതം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആഹാര രീതി പ്രധാനമായിട്ട് പറയുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നല്ലൊരു ആഹാര ക്രമീകരണം തന്നെ വേണം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഫൈബർ റിച്ച് ഡയറ്റ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആവശ്യത്തിന് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ഉയർന്ന അളവിൽ ധാതുക്കൾ, വിറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയാണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഇത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുകയും കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് റിഫൈൻഡ് ഫുഡ്സിൻ്റെ യൂസ്, മൈദ ചേർന്ന ആഹാരങ്ങൾ, പൊറോട്ട കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ന്യൂ ജനറേഷൻസ്. ഇതിൽ തീരെ അളവിൽ ഫൈബർ ഇല്ല എന്നുള്ളതാണ്, നാരില്ല. നാരുകളുടെ അളവ് കുറഞ്ഞു നിൽക്കുന്നത് ബ്ലഡ് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾക്ക് ഡയബറ്റസിനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ടാക്കാം, അതുപോലെ കാർഡിയാക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കൊഴുപ്പ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബീഫ്, മട്ടൺ പോലെയുള്ള റെഡ് മീറ്റുകളാണ്. എന്നാൽ ഇതിന് പകരം വൈറ്റ് മീറ്റിൻ്റെ യൂസസ് എടുക്കുക. ഫിഷ് തന്നെ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫിഷസ്, മത്തി, ചാള, അതുപോലെ അയല, ചൂര, ആ വെറൈറ്റി ഫിഷസിലൊക്കെ ഒമേഗ 3 കണ്ടന്റ് ഉണ്ട്. ഈ ഒമേഗ 3 കണ്ടന്റ് നമ്മളുടെ പ്ലേക്ക്, ബ്ലഡ് വെസൽസിൽ വന്നിട്ട് രക്തക്കുഴലുകൾ അടഞ്ഞു പോകാതിരിക്കാനും പ്ലേക്ക് ഫോം ചെയ്യാതിരിക്കാനും സഹായിക്കുന്നതാണ് ഒമേഗ 3 കണ്ടന്റ് ഉള്ള ഫുഡ്സ്. അതിനുവേണ്ടി പ്രോട്ടീൻസ് ആഡ് ചെയ്യാൻ ഈ ഫിഷസ് എടുക്കാം, അതുപോലെ ചിക്കൻ എടുക്കാം, മുട്ടയെടുക്കാം, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള. പയറ് എടുക്കുമ്പോൾ മുളപ്പിച്ചെടുക്കുന്നത് വളരെ ഗുണകരമാണ്. മുളപ്പിച്ച പയർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതെ മൈക്രോഗ്രീൻസ് എടുക്കാം. അതുപോലെ പയറുവർഗ്ഗങ്ങൾ മുളപ്പിക്കുമ്പോൾ ന്യൂട്രിയൻ കണ്ടൻസ് കൂടുവാണ്. അതിൽ വിറ്റമിൻ സി കണ്ടൻസ് കൂടും, ബയോ അവൈലബിലിറ്റി കൂടും പ്രോട്ടീനിൻ്റേത്. അപ്പം മുളപ്പിച്ചെടുക്കുമ്പോൾ ഇത് മാത്രമല്ല, നമ്മൾക്ക് വിശപ്പിൻ്റെ ഹോർമോണായ ഗ്രെയിലിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാനും സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ മുളപ്പിച്ച പയർ ആഡ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഇനി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൂടുതൽ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ബേക്കറി ഫുഡ്സ്, അതുപോലെ ഉപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ, സംസ്കരിച്ച ഫുഡ്സുകൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള അതിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുക എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ കാർഡിയാക് അറസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പൂരിത കൊഴുപ്പും അതുപോലെ ട്രാൻസ് ഫാറ്റ്സും, ഈ ട്രാൻസ് ഫാറ്റ്സ് ആഡ് ചെയ്യുന്ന ഫുഡ്സ് എല്ലാം ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ്, ഡാൽഡ, ഇതെല്ലാം നമ്മളുടെ ഈ സംസ്കരിച്ച ഫുഡ് ഐറ്റത്തിലും അതുപോലെ ബേക്കറി ഫുഡ്സിലും ഒക്കെ കൂടുതലാണ്. പലരും ബേക്കറി ഫുഡ്സ് എടുക്കും ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് ഓർക്കും, പക്ഷേ ബിസ്ക്കറ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് മൈദയാണ്.
ഓക്കെ, ബിസ്ക്കറ്റില് വീറ്റ് അല്ല വീറ്റ് അല്ല ആഡ് ചെയ്യുന്നത്. ആ ബിസ്ക്കറ്റ് ഫോംസിൽ ഏറ്റവും പ്രധാനം മൈദയാണ്. അത് മാത്രമല്ല അതിലെ ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റ് ഡാൽഡയോ ഏതെങ്കിലും പൂരിത കൊഴുപ്പോ ആയിരിക്കും അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ആരോഗ്യപ്രദമല്ല. അതുകൊണ്ട് ബിസ്ക്കറ്റ്സ്, കുക്കീസ് അതൊക്കെ നല്ല ഹെൽത്തിയാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും കണ്ടന്റ് നമ്മൾക്ക് ദോഷകരമാണ് എന്നുള്ളതാണ്. ഇപ്പം ഭക്ഷണം ഇതുപോലെ നല്ല ചിട്ടയായിട്ടുള്ള ഒരു ക്രമപ്പെടുത്തൽ വേണം എന്നുള്ളതാണ്. ഇനി കൂടുതൽ ഒമേഗ 3 അടങ്ങിയ ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് കാർഡിയാക് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. ഒരു ഭക്ഷണക്രമം ഒന്ന് പറയാവോ? അതായത് ഇപ്പൊ രാവിലെ എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക്, അതുപോലെ ഈവനിങ് എങ്ങനെയാണ് ആ ഒരു ഭക്ഷണക്രമം, എങ്ങനെയാണ് ഒരു ഹെൽത്തി ഭക്ഷണക്രമം എങ്ങനെയായിരിക്കും? ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് ഏർലി മോർണിംഗ് തന്നെ സമയനിഷ്ഠയായിട്ട് ഉണരാൻ ശ്രദ്ധിക്കുക. ലേറ്റ് നൈറ്റ് ഒത്തിരി ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കാതിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ കണ്ടുവരുന്നത്. അത് ഒരിക്കലും ശരിയാകില്ല. അത് നമ്മളുടെ മെറ്റബോളിസത്തിനെ തന്നെ തെറ്റിക്കുന്നതാണ്. ലേറ്റായിട്ട് ഉണർന്നു കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി പോകും. നമുക്കൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആകാതെ നോക്കാൻ സമയത്ത് എഴുന്നേൽക്കുക. രാവിലത്തെ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഒരു എക്സസൈസ് കുറച്ചു നേരം നടക്കാൻ നോക്കുക. രാവിലെ തുടങ്ങുന്ന ഇത് തന്നെ ചെറിയ ചൂടുവെള്ളം കുടിക്കാൻ നോക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം കുടിക്കുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി കറക്റ്റ് ചെയ്യാനും ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷൻ കറക്റ്റ് ചെയ്യാനും ദഹനത്തിനും ഇതെല്ലാത്തിനും നല്ലതാണ് ചെറിയ ചൂടുവെള്ളം. അത് ആദ്യം തന്നെ തുടക്കത്തിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ സമ്പുഷ്ടമാകാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ ദോശ, ചട്നിയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പ്രോട്ടീൻ്റെ ആഡിക്വസി കിട്ടുന്നില്ല. ദോശയിലുള്ള കുറച്ചളവിലുള്ള ഉഴുന്നേ വരുന്നുള്ളൂ. അതേസമയം ദോശയോ ഇഡ്ഡലിയോ അതിൻ്റെ കൂടെ ഉള്ളത് കടലക്കറിയോ സാമ്പാറോ അതുപോലെയുള്ള പ്രോട്ടീൻ സമ്പുഷ്ടമാകുന്നത് വളരെ ഗുണകരമാണ്. ഇനി മുട്ട ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ മുട്ട ആഡ് ചെയ്യാം. ഒരു മുഴുവനെ മുട്ട കഴിക്കുന്നത് തെറ്റില്ല എന്നുള്ളതാണ്. നേരത്തെ സ്റ്റഡി വെച്ചിട്ട് ഒത്തിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുട്ട മുഴുവനെ മുട്ട ഇപ്പോൾ മഞ്ഞക്കരു കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല. ഒരു ഹോൾ എഗ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഹോൾ എഗിന്റെ കൂടെ 2 to 3 എഗ് വൈറ്റ് ആഡ് ചെയ്തതും തെറ്റില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ അളവ് നമ്മളുടെ ഓരോരുത്തരുടെയും ആക്ടിവിറ്റി അനുസരിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ അളവല്ല പറയേണ്ടത്. അവരുടെ ബോഡി വെയിറ്റ്, അതുപോലെ തന്നെ സർക്കംഫറൻസ്, ആക്ടിവിറ്റീസ്, ഏതെങ്കിലും ഫിസിയോളജിക്കൽ സ്റ്റേജസിലാണോ, പ്രഗ്നൻസി, ലാക്ടേഷൻ അതുപോലെയുള്ള ഇത് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ്. അതുപോലെ മാത്രമല്ല മെയിൽ ഫീമെയിൽ ഈ ഡിഫറൻസും ഉണ്ട്. ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ അളവ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം ഫുഡിൻ്റെ അളവിൽ. ഇനിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയിലായിട്ട് നമ്മൾക്കൊരു സാലഡ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ മിക്സഡ് നട്ട്സോ സൂപ്സോ എടുക്കാവുന്നതാണ്. ഇത് കഴിക്കുന്നത് നമ്മൾക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നിർത്താൻ സഹായിക്കും. നമ്മുടെ ലഞ്ചിൻ്റെ ടൈമിലെ ഫുഡ് തൊട്ടിട്ട് അളവ് കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. അതുമാത്രമല്ല ഇവിടെ ഒരു ഫൈബർ റിച്ച് ഡയറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് കൊളസ്ട്രോളും ഫാറ്റ്സും ഒക്കെ കൺട്രോൾ ചെയ്യാനും സഹായിക്കും. ലഞ്ചിലേക്ക് പോകുമ്പോൾ പലരും സെലക്ട് ചെയ്യുന്ന വൈറ്റ് റൈസ് ആണ്. വൈറ്റ് റൈസിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ബ്രൗൺ റൈസ് ആണ്. ഒരു തവിടിൻ്റെ പ്രസൻസ് ഉണ്ട്. അത് മാത്രമല്ല വൈറ്റ് റൈസ് ഹൈലി പോളിഷ്ഡ് റൈസ് ആകുമ്പോൾ അബ്സോർപ്ഷൻ, നമ്മളുടെ ബ്ലഡ് ഷുഗർ അബ്സോർപ്ഷൻ കൂടുതലാണ്. ഇത് മാത്രമല്ല അളവ് ശ്രദ്ധിക്കുകയും വേണം റൈസിൻ്റെ ക്വാണ്ടിറ്റി. ഇനി റൈസിന് പകരമായിട്ട് നമ്മൾക്ക് എന്നും റൈസ് തന്നെ കഴിക്കണം എന്നില്ല. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് മില്ലറ്റ്സ് ആകാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. മില്ലറ്റ് ഈ ചാമ, തിന, വരക്, കമ്പം, അതുപോലെ തന്നെ ഈ കുതിരവാലൻ, അങ്ങനെ പറഞ്ഞ പല വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. മലയാളികൾ കൂടുതലും റൈസ് കൂടുതൽ വെക്കും, കറികൾ വളരെ കുറച്ച്. അതാണ് നമ്മളുടെ ശീലം വരുന്നത്. നമ്മുടെ ചോറിൻ്റെ അളവ് കൂടുതലും കറിയുടെ അളവ് കുറവും എന്നുള്ള ഒരു ശീലക്കാരാണ് നമ്മൾ. അത് മാറ്റിയിട്ട് ചോറിൻ്റെ അളവ് കറിയുടെ അളവ് നമ്മളുടെ കറിയുടെ അളവ് പോലെ ആയിട്ട് അത് കറിയുടെ അളവ് കൂടുതലാക്കാൻ നോക്കുക. അതിൽ തന്നെ ഒരു റോ സാലഡ്സ് നിർബന്ധമാക്കുക. ഇനി പയറുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പ്രോട്ടീൻ സമ്പുഷ്ടമാകാനും ശ്രദ്ധിക്കണം. ഫിഷ് ആഡ് ചെയ്യാം. അതിൽ ഫിഷ്, ചിക്കൻ കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് വെജിറ്റേറിയൻ പ്രോട്ടീൻസ് ആയിട്ടുള്ള പൾസസും അതുപോലെ തന്നെ അതർ സോയ പ്രോഡക്ട്സും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈവനിങ്
ഈവനിങ് ടീയുടെ ടൈമിലാണ് എല്ലാവർക്കും തെറ്റ് പറ്റുന്നത്. വൈകുന്നേരം ആകുമ്പോൾ പലരും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലെഷർ ടൈമിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പിന്നെ ഫാസ്റ്റ് ഫുഡ് കൺസപ്ഷൻ കൂടുതലായി കാണാറുണ്ട് ഈ സമയത്ത്. ചായ, വട അതുപോലെയുള്ളത്. ഇപ്പം മുക്കിനാണ് ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന കടകൾ. അവർ ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുകയേ വേണ്ടുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയം നമ്മൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മിക്സഡ് നട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ടീ കഴിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ വിത്തൗട്ട് ഷുഗറിലായാൽ നല്ലത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. ഉറപ്പായിട്ടും ആഹാര രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ ജീവിത ശൈലിയിലും മാറ്റങ്ങൾ വരുത്തണം. എക്സസൈസ് നിർബന്ധമായിട്ട് വേണം. ഒരു എക്സസൈസ് എന്നുള്ളത് മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിൽ കൂടി ഒരു 4 അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഇനി ഇപ്പൊ ഏറ്റവും കാർഡിയാക് അറസ്റ്റ് വരാനുള്ളത്, കാർഡിയാക് സംബന്ധമായുള്ള രോഗങ്ങൾ വരാനുള്ള റീസൺ മെന്റൽ പ്രഷറാണ്. സ്ട്രെസ്സിനെ, ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം. സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നമ്മളുടെ വിനോദങ്ങളിൽ, ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാവുന്നതാണ്. പലർക്കും മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ട് പാടുന്നത്, അതുപോലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം, സുംബ പ്രാക്ടീസിങ് ആകാം. ഇഷ്ടപ്പെട്ട ഏത് ആക്ടിവിറ്റീസും ചെയ്ത് മൈൻഡിനെ നല്ല ഓവർകം ചെയ്യുക, സ്ട്രെസ് ഓവർകം ചെയ്യുക. അപ്പോൾ ഈ ഒരു ഉറക്കക്കുറവും ഈ ഒരു സ്ട്രെസ്സും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണം അല്ലേ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹൃദയാഘാതവും അതുപോലെയുള്ള മറ്റ് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒന്നും വരാതിരിക്കും എന്നാണ് പ്രീതി മാം നമ്മളോട് സംസാരിച്ചത്. ഇത് മാത്രമല്ല, നമ്മളുടെ പേഴ്സണൽ ഹാബിറ്റ്സ്, അതിൽ പുകവലി, മദ്യപാനം, അത് വലിയൊരു പ്രോബ്ലമായിട്ടാണ് കാർഡിയാക് ഡിസീസിലേക്ക് വരുന്നത്. ഈ പുകവലിക്കുന്നവരിൽ പ്ലേക്ക് ഫോം ചെയ്യുകയും രക്തധമനികളിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും, അത് മാത്രമല്ല ഈ എളുപ്പ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സ്മോക്കിങ്ങിലുള്ള നിക്കോട്ടിൻ എന്ന് പറഞ്ഞ കണ്ടന്റ്, അതാണ് ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നത്. അതായത് ആൽക്കഹോളിനേക്കാളും കുറച്ചുകൂടി വില്ലനാണ് സ്മോക്കിംഗ്. അത് തന്നെ. സ്മോക്ക് ചെയ്യണം എന്നില്ല, സ്മോക്ക് ചെയ്യുന്നവരുടെ ആ പരിസരത്ത് നമ്മൾ നിന്നാലും മതി. ഒരു പാർഷ്യലായിട്ടുള്ള സ്മോക്കിംഗ് ആണ് സ്മോക്കേഴ്സിന്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ. അത് തന്നെ കാർഡിയാക് ഡിസീസ് വരുത്തും എന്നാണ് സ്റ്റഡീസ്. അത് മാത്രമല്ല, ഈ ആൽക്കഹോളിസം, ഹൈലി ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കാർഡിയാക് അറസ്റ്റ് വരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. ഒരു ആൽക്കഹോളിന്റെ കാര്യമാണെങ്കിലും അത് എത്രയും ഒഴിവാക്കുകയോ അല്ലെ മിതപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.